Hi dear students, നമ്മൾ ഇന്ന് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എബയോട്ടിക് ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ദ റെസ്പോൺസ് ഓഫ് ഓർഗാനിസംസ് ടുവേഴ്സ് ദി എബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലേ. ഓർഗാനിസംസ് എങ്ങനെയാണ് എബയോട്ടിക് ഫാക്ടേഴ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ചും റെഗുലേറ്റേഴ്സ്, കൺഫോമേഴ്സ്, അതുപോലെ സസ്പെൻഡ് ആൻഡ് മൈഗ്രേറ്റ്, ഇത്രയുമാണ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന ചെറിയ ഒരു കോൺസെപ്റ്റാണ്. ഈ ചാപ്റ്ററിലേക്ക് വെച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ. എന്താണ് ഈ ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ, എനി സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ദാറ്റ് ഇനേബിൾ ആൻ ഓർഗാനിസം ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ഒരു ഹാബിറ്റാറ്റിൽ, ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ സർവൈവ് ചെയ്യുന്നതിനും റീപ്രൊഡക്ഷൻ നടത്തുന്നതിനും ഒരു ജീവിക്ക് ഉള്ള പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ, അത് എന്ത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വേണമെങ്കിലും ആകാം. ആ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തിനു സഹായിക്കും? അവരുടെ ആവാസ വ്യവസ്ഥയിൽ സർവൈവ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ഡെസേർട്ടിൽ വളരുന്ന പ്ലാന്റ്സും ആനിമൽസും അവർക്ക് പ്രത്യേകമായ ചില അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സിനും ആനിമൽസിനുമൊക്കെ അവരുടേതായ അല്ലെങ്കിൽ അക്വാട്ടിക് സിസ്റ്റത്തിൽ സർവൈവ് ചെയ്യാനുള്ള ചില അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം, എന്താ പറയുക, പലതരത്തിലുള്ള ഓർഗാനിസംസ് അറ്റ്മോസ്ഫിയറിൽ കാണുന്നുണ്ട്, മൈക്രോ ഓർഗാനിസംസ്, അവർക്ക് അവരുടേതായ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ചില അഡാപ്റ്റീവ് ഫീച്ചേഴ്സാണ്. ഇത്തരത്തിലുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് പലപ്പോഴും മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ, അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിലുള്ള ചേഞ്ചസ് ആകാം, അതല്ലെങ്കിൽ അനാട്ടമിക്കൽ ഇൻറ്റേർണൽ സ്ട്രക്ചറിലുള്ള പല മാറ്റങ്ങളാകാം, അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻ. ഇങ്ങനെ പലതരത്തിലുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത് കങ്കാരു റാറ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിൽ കാണുന്ന ഒരു മാമലാണ് കങ്കാരു റാറ്റ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. അതായത് മെനി ഓഫ് ദീസ് അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഓർ മെനി ഓഫ് ദീസ് അഡാപ്റ്റേഷൻ have evolved over a long evolutionary time and are genetically fixed. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന മിക്കവാറും എല്ലാ അഡാപ്റ്റീവ് ഫീച്ചേഴ്സും ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ കടന്നു വന്ന് ഇവോൾവ് ചെയ്തുണ്ടായിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്. അത് ജനറ്റിക്കലി ഫിക്സ് ചെയ്യുക മീൻസ് അതിന് ആനുപാതികമായിട്ടുള്ള ജനറ്റിക് വേരിയേഷൻസും ഇത്തരം ആനിമൽസിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം അഡാപ്റ്റേഷൻസ് സ്ട്രോങ് ആയിട്ട് അങ്ങനെ നിലനിൽക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇവല്യൂഷൻ എന്ന കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പലപ്പോഴും ഇവല്യൂഷൻ എന്ന പ്രോസസ്സിന് കഴിയും. അത് മേ ബി ഡിപ്പെൻഡ് ഓൺ ദി എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. പലപ്പോഴും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് നമ്മൾ ജീവിക്ക് ചുറ്റുപാടിലുണ്ടാകുന്ന മറ്റു ചില മാറ്റങ്ങൾ, ഇതിനൊക്കെ ആനുപാതികമായി നമ്മുടെ ബോഡിയിലും അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ബോഡിയിലുമൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുമ്പോഴാണ് അത് ഇവല്യൂഷൻ എന്ന പ്രോസസ്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ ഇവല്യൂഷണറി ചേഞ്ചസ് ആയിട്ട് വന്നിരിക്കുന്നതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കങ്കാരു റാറ്റ് എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് മാമലിന് ആ പ്രത്യേക സിറ്റുവേഷനിൽ ജീവിക്കാൻ ഉള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് എന്താണ്. ഇറ്റ്സ് എ നോർത്ത് അമേരിക്കൻ ഡെസേർട്ട് മാമൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഈ ആനിമലിൻ്റെ പ്രത്യേകത ഇവർക്ക് ജനിക്കുന്ന സമയം മുതൽ മരണം വരെ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദേ ആർ നോട്ട് സപ്പോസ്ഡ് ടു ഡ്രിങ്ക് ഈവൻ എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഡ്യൂറിങ് ദെയർ ലൈഫ് ടൈം. അവരുടെ ലൈഫ് ടൈമിൽ അവർക്ക് വെള്ളം പുറത്തൊന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബോഡി ആ ഒരു സിറ്റുവേഷനുമായി അഡ്ജസ്റ്റഡ് ആണ്. അപ്പോൾ ഈ ഓർഗാനിസത്തിനുള്ള പ്രധാനപ്പെട്ട അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കങ്കാരു റാറ്റിൻ്റെ ഡയഗ്രാം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നെറ്റിലൊക്കെ ഉണ്ട്, എടുത്ത് കാണുക. ഓക്കെ, കങ്കാരു റാറ്റിൻ്റെ പ്രത്യേകത, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ബോഡിയിൽ പലപ്പോഴും വാട്ടർ ലോസ് എന്ന് പറയുന്നത് പലപ്പോഴും എക്സ്ക്രീഷൻ കൊണ്ട് അല്ലെങ്കിൽ സ്വെറ്റിങ് കൊണ്ടൊക്കെയാണ് അല്ലേ.
പ്രധാനമായിട്ടും യൂറിനായിട്ടൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ നിന്നും വാട്ടർ പുറത്തേക്ക് പോകുന്നത്. അതുപോലെ വിയർപ്പായിട്ടും പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഫിനോമിനൻസ് ഒന്നും തന്നെ കങ്കാരു റാറ്റിൻ്റെ ബോഡിയിലില്ല. ഇവരുടെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ എക്സ്ക്രീറ്റിംഗ് സോളിഡ് യൂറിൻ. ഓക്കെ, അതായത് സോളിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ ആൻഡ് ഫീക്കസ്, എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആയ യൂറിനും അതുപോലെ തന്നെ ഫീക്കസും ഒക്കെ തന്നെ എന്താവുക, സോളിഡ് ആയിട്ടാണ് അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വാട്ടർ ലോസ് ഇല്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഈ മാമലിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇവർ പലപ്പോഴും പകൽ സമയങ്ങളിൽ മാളങ്ങളിൽ തന്നെ ഇരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിവെൻറ്റ്സ് ദ വാട്ടർ ലോസ് ബൈ ലിവിങ് ഇൻ ബറോസ് ഡ്യൂറിങ് ദ ഡേ ടൈം. പകൽ സമയത്ത് പൂർണ്ണമായും അവർ മാളങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് ആ ഒരു എന്താ പറയുക, പുറത്തിറങ്ങുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക വാട്ടർ ലോസ് ഉണ്ടാവുന്നില്ല. അതാണ് പ്രിവെൻറ്റ്സ് ദ വാട്ടർ ലോസ് ബൈ ലിവിങ് ഇൻ ബറോസ് ഡ്യൂറിങ് ദ ഡേ ടൈം. അതുപോലെ സോളിഡിഫിക്കേഷൻ ഓഫ് ഫീക്കസ് നമ്മൾ പറഞ്ഞു, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആയ ഫീക്കസും അതുപോലെ തന്നെ യൂറിനും ഒക്കെ എന്ത് ചെയ്യുന്നു, സോളിഡ് ആയിട്ടാണ് അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഇതിനെല്ലാം ഉപരി ഇവരുടെ ബോഡിയിൽ അത്യാവശ്യം വാട്ടർ ആവശ്യമുണ്ട്. ഈ വാട്ടർ എവിടെ നിന്നുമാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇവരുടെ ബോഡിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഫിനോമിനാണ് ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷൻ. അതായത് ഫാറ്റിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. ഓക്കെ, ഫാറ്റിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായി മാറുന്നത് അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റായി ഉണ്ടാകുന്നത് വാട്ടറാണ്. സോ ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷനിൽ വാട്ടർ ആസ് എ ബൈ പ്രൊഡക്റ്റ്, ദാറ്റ് മച്ച് വാട്ടർ ഈസ് ഇനഫ് ഫോർ ദി സർവൈവൽ ഓഫ് ദിസ് ഓർഗാനിസം. ഈ ഓർഗാനിസത്തിന് ജീവിക്കുന്നതിന് വേണ്ടി ഇത്രയും വാട്ടറിന് മതിയാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും വാട്ടർ ബോഡിയിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത്തരം ആനിമൽസിന് വാട്ടർ ഇല്ലാത്ത സിറ്റുവേഷനിൽ ഡെസേർട്ടിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. ഓക്കെ, പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, പ്രധാനപ്പെട്ട അഡാപ്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് അവരുടെ ദേ ആർ ആക്ച്വലി എക്സ്ക്രീറ്റിംഗ് സോളിഡ് യൂറിൻ. സോളിഡ് ഫോമിലാണ് അവർ യൂറിനൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷൻ്റെ ഫലമായിട്ട് അവിടെ എന്താണ് ഫോം ചെയ്യുന്നത്, വാട്ടറാണ് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വാട്ടർ നീഡ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഈ ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷനിൽ നിന്ന് കിട്ടുന്ന വാട്ടർ മതിയാവും. ഓക്കെ, പ്രധാനപ്പെട്ട മെറ്റബോളിക് ആക്ടിവിറ്റീസിനൊക്കെയുള്ള വാട്ടർ അതിൽ നിന്നും അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട അഡാപ്റ്റീവ് ഫീച്ചറാണ്. കങ്കാരു റാറ്റിൽ കാണപ്പെടുന്ന അഡാപ്റ്റീവ് ഫീച്ചേഴ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില ഡെസേർട്ട് പ്ലാന്റ്സിനുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സാണ്. അതായത് സീറോഫൈറ്റിക് അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് എന്നാണ് ഇതിന് വിളിക്കുന്നത്. അതായത് സീറോഫൈറ്റിക് പ്ലാന്റ്സ്, ഡെസേർട്ട് പ്ലാന്റ്സിൽ അവിടുത്തെ സിറ്റുവേഷനുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിനുള്ള ചില അഡാപ്റ്റീവ് ഫീച്ചേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ ഹാവിങ് തിക്ക് ക്യൂട്ടിക്കിൾ. നിങ്ങൾ ലീഫിൻ്റെ അനാട്ടമിയൊക്കെ ലാസ്റ്റ് ഇയറിൽ പഠിച്ചവരാണ് അല്ലേ? അതിൽ എപ്പിഡെർമിസിനെ കവർ ചെയ്ത് കാണുന്ന വാക്സി ഡെപ്പോസിഷന് വിളിക്കുന്ന പേരാണ് ക്യൂട്ടിക്കിൾ. അപ്പോൾ അങ്ങനെ ഒരു ക്യൂട്ടിക്കിൾ വളരെ തിക്കായതുകൊണ്ട് ഇവിടെ നിന്നും ഉള്ള വാട്ടർ പുറത്തേക്ക് പോകില്ല. മനസ്സിലായ പറഞ്ഞ ട്രാൻസ്പിറേഷൻ പോലുള്ള പ്രോസസ്സുകൾ വളരെ കുറവായിരിക്കും ഇത്തരം പ്ലാന്റ്സിൽ. സാധാരണഗതിയിൽ നിങ്ങൾ അനാട്ടമി പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടതാണ് അതിൻ്റെ എപ്പിഡെർമിസിൽ അല്ലെങ്കിൽ എപ്പിഡെർമിസിനോട് ചേർന്നാണ് പലപ്പോഴും സ്റ്റൊമാറ്റ കാണപ്പെടുന്നത് അല്ലേ? എപ്പിഡെർമിസിൽ കാണുന്ന ഗോഡ് സെല്ലിന് ഇടയിലുള്ള സ്പേസാണ് നമ്മൾ സ്റ്റൊമാറ്റൽ പോർ എന്ന് പറയുന്നത്. പക്ഷേ ഈ കാണുന്ന ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡെസേർട്ട് പ്ലാന്റ്സിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സ്റ്റൊമാറ്റയാണ് കാണുന്നത്. അത്തരം സ്റ്റൊമാറ്റയ്ക്ക് വിളിക്കുന്ന പേര് സങ്കൺ സ്റ്റൊമാറ്റ എന്നാണ്. എന്താ വിളിക്കുക? സങ്കൺ സ്റ്റൊമാറ്റ. അതായത് സാധാരണ എപ്പിഡെർമിസിൽ കാണുന്ന സ്റ്റൊമാറ്റ ഒരു ഡീപ്പ് പിറ്റിനകത്ത് കുറച്ച് ഉള്ളിലായി കയറിയായിരിക്കും ഈ സ്റ്റൊമാറ്റ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റൊമാറ്റയിലൂടെയുള്ള വാട്ടർ ലോസ് അഥവാ ട്രാൻസ്പിറേഷൻ പോലുള്ള പ്രോസസ്സ് വളരെ കുറച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വാട്ടറിൻ്റെ സ്കാസിറ്റി ഉള്ള സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പോൾ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് തിക്ക് ക്യൂട്ടിക്കിൾ, രണ്ട് സങ്കൺ സ്റ്റൊമാറ്റ. ഇത് രണ്ടും വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യും. ആവശ്യമില്ലാതെ വാട്ടർ പുറത്തേക്ക് പോകില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ഒരു പ്രത്യേക തരത്തിലുള്ള ഫോട്ടോസിന്തറ്റിക് പാത്വേ ആണ് കാണിക്കുന്നത്. നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിച്ചു അല്ലേ? അവിടെ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനാണ് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നും പ്ലാന്റിനകത്ത് എത്തണം
അല്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പകൽ സമയത്താണ് കൂടുതലായി ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, അല്ലേ? ലൈറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ലൈറ്റ് വേണം. അപ്പോൾ പകൽ സമയത്ത് പലപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിലുള്ള മിക്കവാറും എല്ലാ പ്ലാന്റ്സിലും അവരുടെ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുകയും ആവശ്യമുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് നടന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യൂ, ഡെസേർട്ടിൽ കാണുന്ന ഒരു പ്ലാന്റ് പകൽ സമയം അതിൻ്റെ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്താൽ എങ്ങനെയിരിക്കും? സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്താൽ അതിലുള്ള വാട്ടർ മുഴുവൻ എന്ത് ചെയ്യും? ട്രാൻസ്പിറേഷൻ നടന്ന് സസ്യസേചനം നടന്ന് പുറത്തേക്ക് പോകും, ശരിയല്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ്, ഡെസേർട്ട് പ്ലാന്റ്സിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഫോട്ടോസിന്തറ്റിക് പാത്വേ ആണ് കാണപ്പെടുന്നത്. ഇത്തരം ഫോട്ടോസിന്തറ്റിക് പാത്വേക്ക് വിളിക്കുന്ന പേരാണ് CAM എന്ന് വിളിക്കും. ക്രാഷ്യുലേഷൻ ആസിഡ് മെറ്റബോളിസം എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ പകൽ സമയത്ത് ഇവർക്ക് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ നൈറ്റ് ടൈം, ഓക്കെ, രാത്രി കാലങ്ങളിൽ ഇത്തരം പ്ലാന്റ്സ് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുകയും ആവശ്യമുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്ത് അതിനെ മാലിക് ആസിഡ് എന്ന ഫോമിൽ അവരുടെ സെല്ലിനകത്ത്, പ്രത്യേകിച്ച് അവരുടെ വാക്യൂൾസിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം വെനെവർ ദേ ആർ ഗെറ്റിംഗ് ലൈറ്റ്, ഡേ ടൈമിൽ അവർക്ക് ലൈറ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഈ മാലിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ഫോട്ടോസിന്തറ്റിക് പാത്വേ നടക്കും. എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിന് ആവശ്യമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് രാത്രികാലങ്ങളിൽ തന്നെ ഫിക്സ് ചെയ്യുകയും അതിനെ എന്താണ് ഒരു പ്രത്യേക പ്രോഡക്റ്റ് ആക്കി പ്ലാന്റിൻ്റെ വാക്യൂളിൽ, സെല്ലിൻ്റെ വാക്യൂളിൽ സൂക്ഷിക്കുകയും ലൈറ്റ് കിട്ടുമ്പോൾ അത് ലൈറ്റ് റിയാക്ഷന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. ലൈറ്റ് കിട്ടുമ്പോൾ ലൈറ്റ് റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ATPയും NADPH2 ഒക്കെ ഫോം ചെയ്യും. അതുപയോഗിച്ച് അവരെന്ത് ചെയ്യും? ഫോട്ടോസിന്തസിൻ്റെ ഡാർക്ക് റിയാക്ഷൻ നടത്തും. ഇവിടെ മാലിക് ആസിഡ് എന്ന ഫോമിൽ എന്ത് ചെയ്യും? ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഈ മാലിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അഡാപ്റ്റീവ് ഫീച്ചറാണ്, അല്ലേ? ഇത്തരം അഡാപ്റ്റീവ് ഫീച്ചറിനെ വിളിക്കുന്ന, ഇത്തരം ഫോട്ടോസിന്തറ്റിക് പാത്വേക്ക് വിളിക്കുന്ന പേരാണ് ക്രാഷ്യുലേഷൻ ആസിഡ് മെറ്റബോളിസം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഒപ്പൻഷ്യ പോലെയുള്ള ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത, അവർക്ക് ലീഫ് കാണില്ല, അല്ലേ? ദ ലീവ്സ് ആർ ആക്ച്വലി മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ്. നിങ്ങൾക്ക് ഡയഗ്രം കാണുമ്പോൾ അറിയാം, ലീഫുകളൊക്കെ എന്തായി മോഡിഫൈ ചെയ്തിരിക്കുകയാണ്? സ്പൈൻസ് ആയി, ചെറിയ ചെറിയ മുള്ളുകളായി മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷനിലൂടെയുള്ള വാട്ടർ ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു മോർഫോളജിക്കൽ അഡാപ്റ്റേഷനാണ്, അല്ലേ? അതിൻ്റെ ലീഫുകൾ സ്പൈൻസ് ആയി മോഡിഫൈ ചെയ്തിരിക്കുന്നു. അതുപോലെ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് അതിൻ്റെ സ്റ്റെമ്മാണ്, അല്ലേ? സ്റ്റെമ്മ് എന്തിനു വേണ്ടി മോഡിഫൈ ചെയ്തിരിക്കുകയാണ്? ഗ്രീൻ കളർ ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റെമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോസിന്തസിസ് നടത്താനുള്ള ശേഷിയുണ്ട്. സ്റ്റെമ്മ് ആക്ച്വലി മോഡിഫൈ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ വാട്ടറൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് പ്രോസസ് നടത്തുന്നതും ആരാണ്? ഈ മോഡിഫൈഡ് സ്റ്റെമ്മാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് മോഡിഫൈഡ് സ്റ്റെമ്മാണ്. ലീഫിൻ്റെ ഫംഗ്ഷൻ നടത്തുന്നത് ഇവിടെ സ്റ്റെമ്മാണ്. ലീഫുകൾ ഓൾറെഡി സ്പൈൻസ് ആയി മോഡിഫൈ ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഫോർ റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സ്വഭാവ സവിശേഷതകളും മുഴുവൻ അഡാപ്റ്റീവ് ഫീച്ചേഴ്സും എന്തിനു വേണ്ടിയുള്ളതാണ്? വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുക. പ്ലാന്റിൽ ഉള്ള വാട്ടർ എന്ത് ചെയ്യില്ല? പുറത്തു പോകരുത്. ഇതെല്ലാം ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ അഡാപ്റ്റേഷൻസ് ആണ്. നന്നായി മനസ്സിലായി കാണും, അല്ലേ? ഫസ്റ്റ് വൺ തിക്ക് ക്യൂട്ടിക്കൽ, 2 സങ്കൺ സ്റ്റൊമാറ്റ. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റൊമാറ്റ സാധാരണ എപ്പിഡെർമിസിലെ സെല്ലിനോട് ചേർന്ന് കാണപ്പെടും. എന്നാൽ സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് എപ്പിഡെർമിസിൽ നിന്നും കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറി ഒരു പിറ്റിലായിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ സ്പെഷ്യൽ ഫോട്ടോസിന്തറ്റിക് പാത്വേ, ഞാൻ പറഞ്ഞല്ലോ, ക്രാഷ്യുലേഷൻ ആസിഡ് മെറ്റബോളിസം എന്ന പേരുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഫോട്ടോസിന്തറ്റിക് പാത്വേ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പകൽ സമയം സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമോ കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് എടുക്കേണ്ട ആവശ്യമോ വരുന്നില്ല. ഓക്കെ, അതൊക്കെ രാത്രിയിൽ തന്നെ ചെയ്യുകയും ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ആക്കി പ്ലാന്റിൽ സൂക്ഷിക്കുകയും ചെയ്യും. ലൈറ്റ് കിട്ടുമ്പോൾ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കും.
അതുപോലെ തന്നെ ഒപ്പൻഷ്യ പോലെയുള്ള ഡെസേർട്ട് പ്ലാന്റ്സിന്റെ പ്രത്യേകത അവിടെ ലീഫുകൾ എന്തായി മോഡിഫൈ ചെയ്തിരിക്കുന്നു? സ്പൈൻസ് ആയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നു. ഇറ്റ് ക്ലിയർ? ഇനി നമുക്ക് വീണ്ടും മാമൽസിലുള്ള ചില അഡാപ്റ്റീവ് ഫീച്ചേഴ്സിലേക്ക് പോകാം. എസ്പെഷ്യലി ഫോർ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഫോർ കോൾഡർ ക്ലൈമറ്റ് സിറ്റുവേഷൻ. ഓക്കെ, അത് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡാപ്റ്റേഷൻസ് ഇൻ മാമൽസ് ഇൻ കോൾഡ് ക്ലൈമറ്റ്സ്. നോക്കാം, ചില മാമൽസിൻ്റെ പ്രത്യേകത എസ്പെഷ്യലി കോൾഡ് ക്ലൈമറ്റിക് സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദേ ആർ ഹാവിങ് ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ലിംസ്. അവർക്ക് ചെറിയ ഇയറുകളും അതുപോലെ ലിംസും ആയിരിക്കും കാണപ്പെടുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഫോർ റെഡ്യൂസിങ് ദ ഹീറ്റ് ലോസ്. എന്ത് കുറയ്ക്കുക? ഹീറ്റ് ലോസ് കുറയ്ക്കുക. കാരണം ഇവർ ജീവിക്കുന്നത് കോൾഡ് സിറ്റുവേഷനിലല്ലേ, ബോഡിയിൽ നിന്നും ഒരുപാട് ഹീറ്റ് പുറത്തേക്ക് പോകരുത്. എങ്കിൽ മാത്രമേ അവർക്ക് അത്തരം സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ബോഡിയിലുള്ള ഹീറ്റ് മുഴുവൻ പുറത്തേക്ക് പോയാൽ ദേ കാൺ സർവൈവ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു അഡാപ്റ്റീവ് ഫീച്ചറാണ്. നമ്മൾ ഇതിന് പ്രധാനമായിട്ടും വിളിക്കുന്ന പേര് അലൻസ് റൂൾ എന്നാണ്. അതായത് കോൾഡ് ക്ലൈമറ്റിക് സിറ്റുവേഷനിൽ കാണുന്ന മാമൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ലിംസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, അത് എന്തിനാണെന്ന് ചോദിച്ചാൽ റെഡ്യൂസിങ് ദ ഹീറ്റ് ലോസ് കുറയ്ക്കുക. ഇതിന് വിളിക്കുന്ന പേരാണ് അലൻസ് റൂൾ എന്ന് പറയും. എന്താ പറയുക? അലൻസ് റൂൾ. അതുപോലെ തന്നെ നമ്മൾ ചില അക്വാട്ടിക് മാമൽസ്, പ്രത്യേകിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രധാനപ്പെട്ട അക്വാട്ടിക് മാമലിൻ്റെ പേര് പറയുന്നുണ്ട്, സീൽസ്. ഓക്കെ, സീൽസ് പോലെയുള്ള അക്വാട്ടിക് മാമൽസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇവർ കോൾഡ് സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത്. ഓക്കെ, ഐസ് കവേർഡ് ഏരിയസിലാണ് ഇവർ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സീൽസിൻ്റെ പ്രത്യേകത ഇവരുടെ ബോഡിയിൽ എന്ത് ചെയ്തറിയാമോ, അവരുടെ സ്കിന്നിനടിയിലായിട്ട് തിക്ക് ലെയർ ഓഫ് ഫാറ്റ്സ് കാണും. ഫാറ്റിൻ്റെ, കൊഴുപ്പിൻ്റെ ഒരു തിക്ക് ലെയർ കാണും. നമ്മൾ ഇതിന് വിളിക്കുന്ന പേര് ബ്ലബ്ബർ എന്നാണ്. ഓക്കെ, ഇവർക്ക് സീൽസ് പോലെയുള്ള ആനിമൽസിന് ബ്ലബ്ബർ ഉള്ളത് കൊണ്ട് അവരുടെ ബോഡിയിൽ നിന്നും എന്ത് ചെയ്യില്ല? ഹീറ്റ് നഷ്ടപ്പെടില്ല. അവർക്ക് ഈസി ആയിട്ട് ഈ ഒരു കോൾഡ് സിറ്റുവേഷനിൽ, തണുപ്പുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ പറ്റും. ഇവരുടെ സ്കിന്നിന് തൊട്ട് താഴെ കാണുന്ന ഈ ഫാറ്റിൻ്റെ ഈ ഒരു ലെയർ നമ്മൾ എന്താ വിളിക്കുക? ബ്ലബ്ബർ എന്നാണ് വിളിക്കുക. ഇറ്റ്സ് ആക്ച്വലി ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ. ഇതൊരു ഇൻസുലേറ്ററായി ആക്ട് ചെയ്യുകയും ബോഡിയിൽ നിന്നും ഹീറ്റ് നഷ്ടപ്പെടാതെ ഈ അനിമലിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതും ഒരു അഡാപ്റ്റീവ് ഫീച്ചറാണ്. ഡെസേർട്ട് മാമൽസിൽ കോൾഡർ ക്ലൈമറ്റ്സിൽ കാണുന്ന മാമൽസിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു അഡാപ്റ്റീവ് ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ സീൽസിൻ്റെ എക്സാമ്പിൾ വളരെ സ്പെസിഫിക് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് സീൽസ്. സീൽസിൽ കാണപ്പെടുന്ന ഫാറ്റിൻ്റെ തിക്ക് ലെയറിനെ വിളിക്കുന്ന പേരാണ് ബ്ലബ്ബർ. അവരുടെ സ്കിന്നിന് അടിയിലായി കാണുന്ന ഫാറ്റി ലെയേഴ്സാണ് നമ്മൾ ബ്ലബ്ബർ എന്ന് വിളിക്കുന്നത്. ഇത് ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റെഡ്യൂസിങ് ദ ലോസ് ഓഫ് ബോഡി ഹീറ്റ്. അവരുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് പുറത്തു പോകാതെ തടയും. അല്ലെങ്കിൽ പുറത്തു പോകുന്ന ഹീറ്റിൽ ഒരുപാട് ഹീറ്റിനെ പുറത്തേക്ക് കളയാതെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ബയോകെമിക്കൽ അഡാപ്റ്റേഷൻസ് ആണ്. ഓക്കെ, ഫിസിയോളജിക്കലായി ബയോകെമിക്കലായി ചില ആനിമൽസിൻ്റെ ബോഡിയിലുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചില ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് നമുക്കുമുണ്ട്, ഹ്യൂമൻസിനുമുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത്, നിങ്ങൾ ആർക്കി ബാക്ടീരിയ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ആർക്കി ബാക്ടീരിയ അല്ലേ? ആർക്കി ബാക്ടീരിയ നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ചില പ്രത്യേക തരത്തിലുള്ള ആർക്കി ബാക്ടീരിയകൾ ചില ഹാർഷസ്റ്റ് കണ്ടീഷനിൽ ജീവിക്കും, ഹാർഷ് കണ്ടീഷനിൽ ജീവിക്കും. അതായത് ഹോട്ട് സ്പ്രിങ്ങിൽ ജീവിക്കും, ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കും അല്ലേ? ഇതെല്ലാം പലപ്പോഴും ബയോകെമിക്കൽ അഡാപ്റ്റേഷൻസ് കൊണ്ടാണ്. അതുപോലെ തന്നെ ചില ഫിഷസ്, മെനി ഫിഷസ് ദോസ് ഹു ആർ ലിവിങ് ഇൻ അന്റാർട്ടിക് വാട്ടർ, there the temperature is below 0 degrees Celsius. 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ ടെമ്പറേച്ചറുള്ള അന്റാർട്ടിക് വാട്ടറിൽ ജീവിക്കുന്ന ചില ഫിഷസ്, അവരുടെ ബോഡിയിൽ എന്തുകൊണ്ടാണ് അവർ ഫ്രീസ് ചെയ്ത് പോകാത്തത്? അവർക്ക് എങ്ങനെ ഈ ഐസ് കവേർഡ് ഏരിയാസിൽ അല്ലെങ്കിൽ അന്റാർട്ടിക് വാട്ടറിൽ 0 ഡിഗ്രിയിൽ താഴെയുള്ള സ്ഥലത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ അവിടെയും നടക്കുന്ന ചില ബയോകെമിക്കൽ അഡാപ്റ്റേഷൻസ് ആണ്. അതായത് ഇത്തരം ഓർഗാനിസങ്ങളുടെ ബോഡിയിൽ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഫിഷസിൻ്റെ ബോഡിയിൽ ചില ആൻറ്റി ഫ്രീസിങ് പ്രോട്ടീൻസ് കാണപ്പെടും. ബിക്കോസ് ദ പ്രസൻസ് ഓഫ് സർട്ടൻ ആൻറ്റി ഫ്രീസിങ് പ്രോട്ടീൻസ്, അതായത് ഫ്രീസിങ്ങിനെ തടയുന്ന ചില പ്രധാനപ്പെട്ട പ്രോട്ടീനുകൾ ഇവരുടെ ബോഡിയിലുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അഡാപ്റ്റീവ് ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ
ഹ്യൂമൻസിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലവും ഒരു പ്രധാനപ്പെട്ട അഡാപ്റ്റീവ് ഫീച്ചറുമാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹില്ലി ഏരിയാസിലേക്കൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഗ്രേറ്റർ ദാൻ 3500 മീറ്റർ, ഒരു 3500 അടിയൊക്കെ മുകളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം, ഹില്ലി ഏരിയാസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ഉണ്ടാവും. അതെന്താണെന്ന് ചോദിച്ചാൽ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്നാണ് പറയുക. ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്. നമ്മളങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞുകൊണ്ടേയിരിക്കും, ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടാത്ത ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും, അല്ലേ, റെസ്പോണ്ട് ചെയ്യും. എങ്ങനെയാണ്? ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്നൊരു അവസ്ഥയിലേക്ക് പോകും. എന്തൊക്കെയാണ് ഈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന ഈ പ്രോസസ്സിൻ്റെ, ഈ പ്രതിഭാസത്തിൻ്റെ സിംറ്റംസ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ നോസിയ. നമുക്ക് മനം പുരട്ടൽ അല്ലെങ്കിൽ ഓർക്കാനം ഉണ്ടാവും, നോസിയ ഉണ്ടാവും. അതുപോലെ ഹേർട്ട് പാൽപിറ്റേഷൻ, നമ്മുടെ ഹേർട്ടിൻ്റെ സാധാരണഗതിയിലുള്ള താളം തെറ്റും. നമ്മുടെ ഹേർട്ട് ആക്ച്വലി ബീറ്റ് ചെയ്ത് പ്രത്യേക ഋതത്തിലാണ്, അല്ലേ, ആ ഒരു ഋതത്തിന് മാറ്റം വരും. അതുപോലെ തന്നെ ഫാറ്റീഗ്, ബോഡിക്ക് ക്ഷീണം അനുഭവപ്പെടും. നിങ്ങളൊക്കെ ഹില്ലി ഏരിയാസിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഇത് ഫീൽ ചെയ്യും. പെട്ടെന്ന് പലപ്പോഴും നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? കുട്ടികൾ വൊമിറ്റ് ചെയ്യാറുണ്ട്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ആണ്. ഈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് അധികം നേരം നിൽക്കില്ല. നമ്മൾ അവിടെ ഏറ്റവും ടോപ്പിലെത്തി കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ബോഡി അവിടുത്തെ സിറ്റുവേഷനുമായി എന്ത് ചെയ്യും? ഇണങ്ങിച്ചേരും. നമ്മളതിനെ അക്ലിമറ്റൈസേഷൻ എന്നാണ് പറയുക. നമ്മുടെ ബോഡി അവിടെയുള്ള സിറ്റുവേഷനുമായിട്ട് അക്ലിമറ്റൈസ് ചെയ്യും, മീൻസ് ഇണങ്ങിച്ചേരും. അത് എങ്ങനെയാണ് ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നോക്കാം എന്താണെന്ന്. അതിന് മുന്നേ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഒരുപാട് ഹില്ലി ഏരിയാസിലേക്ക് പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഗ്രാജുവലി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റെസ്പോൺസാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയുന്നത്. ഓക്കെ, പലപ്പോഴും നിങ്ങൾ ഊട്ടിയിലും ഒക്കെ ടൂർ പോകുമ്പോൾ കുട്ടികൾ മിക്കവാറും ഒക്കെ എല്ലാവരും എന്ത് ചെയ്യും? വൊമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ആണ്. ഈ സിറ്റുവേഷനിൽ നമ്മുടെ ബോഡി എങ്ങനെയാണ്, എന്തെല്ലാം അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയെടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ആ സിറ്റുവേഷനുമായി അഡ്ജസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, ഇൻക്രീസിങ് RBC പ്രൊഡക്ഷൻ. RBCയുടെ എണ്ണം കൂട്ടും. കാരണം നിങ്ങൾക്കറിയാം എന്താണ്, നമ്മുടെ ബോഡിയിലെ ഓരോ സെല്ലുകൾക്കും ഓക്സിജൻ എത്തിക്കുന്നത് ആരാണ്? RBC ആണ്. അതിലെ ഹീമോഗ്ലോബിനാണ്, അല്ലേ? ഹീമോഗ്ലോബിനാണ് ഓക്സിജനുമായി ചേർന്ന് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എല്ലാ സെല്ലുകൾക്കും ഓക്സിജൻ എത്തിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറവാണെങ്കിലും, അല്ലേ, മാക്സിമം RBC പ്രൊഡ്യൂസ് ചെയ്ത് മുഴുവൻ RBCകളും നമ്മുടെ എല്ലാ സെല്ലുകളിലേക്കും ഓക്സിജനെ എത്തിക്കാൻ ശ്രമിക്കും. രണ്ടാമത്തത്, ഡിക്രീസിങ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ ബൈൻഡിങ് അഫിനിറ്റി കുറയ്ക്കും. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനെ എത്തിക്കുമ്പോൾ, നമ്മുടെ സെല്ലുകളിലേക്ക് എത്തിക്കുമ്പോൾ കുറച്ച് എമൗണ്ട് ഓക്സിജനെ ഇവർ ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കും, മുഴുവൻ സെല്ലിലേക്ക് കൊടുക്കില്ല. മനസ്സിലായോ പറഞ്ഞോ? കൊണ്ടുവരുന്ന ഓക്സിജനെ മുഴുവൻ സെല്ലുകളിലേക്ക് കൊടുക്കാതെ കുറച്ച് ഹീമോഗ്ലോബിനെ ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കും. ഓക്കെ, അപ്പോൾ ഡിക്രീസിങ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിനോടുള്ള ബൈൻഡിങ് അഫിനിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന ഓക്സിജനെ കൂടുതലും എന്തു ചെയ്യും? സെല്ലുകൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആണ് ഉദ്ദേശിക്കുന്നത് ഡിക്രീസിങ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഓക്സിജനുമായുള്ള ബൈൻഡിങ് അഫിനിറ്റി കുറയ്ക്കും എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന ഓക്സിജനെ പൂർണ്ണമായിട്ടും ആർക്ക് കൊടുക്കുക? സെല്ലുകൾക്ക് കൊടുക്കുക. അതിൻ്റെ ബൈൻഡിങ് അഫിനിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെല്ലുകൾക്ക് കൂടുതൽ ഓക്സിജൻ കിട്ടും. ലാസ്റ്റ് വൺ എന്താണ്? ഇൻക്രീസിങ് ദ ബ്രീത്തിങ് റേറ്റ്. ബ്രീത്തിങ് റേറ്റ് കൂട്ടുക. ഓക്കെ, അത് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മൾ നന്നായിട്ട് ഓടുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ കിതയ്ക്കാറുണ്ട്. എന്തിനു വേണ്ടിയാ? നമ്മുടെ സെല്ലുകൾക്ക് കൂടുതൽ ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോഴേക്കും അവിടെ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, ഓക്സിജൻ്റെ കുറവ് വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്നൊരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അഡാപ്റ്റീവ് ഫീച്ചേഴ്സാണ്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആ സിറ്റുവേഷനുമായി അഡ്ജസ്റ്റ് ചെയ്യും. ബോഡി എടുക്കുന്ന പ്രധാനപ്പെട്ട 3 അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻക്രീസിങ് ദ RBC പ്രൊഡക്ഷൻ.
രണ്ട്, ഡിക്രീസിങ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ടുള്ള ബൈൻഡിങ് അഫിനിറ്റി കുറയും. ഓക്കെ, അതുപോലെ തന്നെ ഇൻക്രീസിങ് ദ ബ്രീത്തിങ് റേറ്റ്. കുട്ടികളെ, ഇതൊക്കെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ബയോകെമിക്കൽ അഡാപ്റ്റേഷൻസ് ആണ്. നമുക്കൊരു ചെറിയ അഡാപ്റ്റേഷൻ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ പേര് ബിഹേവിയറൽ അഡാപ്റ്റേഷൻ എന്നാണ്. സ്വഭാവത്തിലുള്ള ചില മാറ്റങ്ങൾ കൊണ്ട് അഡാപ്റ്റേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ നമ്മൾ നേരിടുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ സർവൈവ് ചെയ്യുക. ഓക്കെ, ഇത്തരത്തിലുള്ള ബിഹേവിയറൽ അഡാപ്റ്റേഷൻ കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അനിമലിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. അയാളുടെ പേര് ഡെസേർട്ട് ലിസാർഡ്. ഡെസേർട്ട് ലിസാർഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എപ്പോഴാണോ ഇവരുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കംഫർട്ട് സോണിനേക്കാൾ കുറയുന്നത്, അവർ ഒരു ബിഹേവിയറൽ അഡാപ്റ്റേഷൻ കാണിക്കും. അതായത് ദേ ആർ ബാസ്ക് ഇൻ ദ സൺ. ഈ സെയിം ഫിനോമിനൻ നമ്മുടെ വീട്ടിൽ പലപ്പോഴും ബേർഡ്സ്, പ്രത്യേകിച്ചും ചിക്കൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുമ്പോൾ നമുക്ക് കാണാം, കോഴികളൊക്കെ നല്ല തണുപ്പൊക്കെയുള്ള സമയത്ത് അവരുടെ ബോഡി ടെമ്പറേച്ചർ കുറയുമ്പോൾ പെട്ടെന്ന് സൂര്യൻ ഉദിച്ച് സൺലൈറ്റ് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ, ഈ അവരുടെ ബോഡി മുഴുവൻ കൊണ്ടുവന്ന് ആ സൺലൈറ്റിനെ അങ്ങനെ വിടർത്തി വെക്കും. അതൊരു ബിഹേവിയറൽ മീൻസ് ആണ്, ബിഹേവിയറൽ അഡാപ്റ്റേഷനാണ്. അവരുടെ ബോഡി ആവശ്യത്തിന് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്ത് അവർക്ക് ഫീൽ ചെയ്യുകയാണ് അവരുടെ ടെമ്പറേച്ചർ കംഫർട്ട് സോണിലായി എന്ന് തോന്നിയാൽ അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് എഴുന്നേറ്റ് ഷെയ്ഡിൽ പോയിരിക്കും, തണലിൽ പോയിരിക്കും. ഇതൊരു ബിഹേവിയറൽ അഡാപ്റ്റേഷനാണ്. ഓക്കെ, തങ്ങളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് ചില അഡ്വേഴ്സ് കണ്ടീഷനെ എന്ത് ചെയ്യുക, സർവൈവ് ചെയ്യാൻ പറ്റുക. ഇത്തരത്തിലുള്ള അഡാപ്റ്റേഷൻസിന് വിളിക്കുന്ന പേരാണ് കുട്ടികളെ എന്തോ ബിഹേവിയറൽ അഡാപ്റ്റേഷൻ. ഇങ്ങനെ ജീവജാലങ്ങളിൽ പലതരത്തിലുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് കാണപ്പെടുന്നു. ഓക്കെ, ഇതാണ് എനിക്ക് അഡാപ്റ്റേഷൻ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും കങ്കാരു റാറ്റിൽ, അതുപോലെ മാമൽസ് ഫ്രം കോൾഡർ ക്ലൈമറ്റ്സ്, അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ അഡാപ്റ്റേഷൻസ് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. ഇത്രയും നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ലാസ്റ്റ് സെഷനിൽ പഠിച്ചു നിർത്തിയത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻസ് ആയിരുന്നു അല്ലേ. പലതരത്തിലുള്ള ജീവജാലങ്ങൾക്കുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് പോപ്പുലേഷൻ. നമ്മൾ ഇന്ന് പോപ്പുലേഷനെ കുറിച്ചാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ പോപ്പുലേഷൻ എന്താണെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ബിഗിനിങ് തന്നെ, തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. പോപ്പുലേഷൻ മീൻസ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ് ഇൻഹാബിറ്റഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ കാണുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ്, ഒരു സ്പീഷീസിലെ ഒരു കൂട്ടം ഓർഗാനിസങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ എന്ന് പറയും. നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് എന്നൊരു കോൺസെപ്റ്റാണ്. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ കാണുന്ന പോപ്പുലേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. പോപ്പുലേഷൻ്റെ എണ്ണം കൂടാം, പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കുറയാം അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ചില അട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ഈസ് ദ ബർത്ത് റേറ്റ്, ജനനനിരക്ക്, അതാണ് ബർത്ത് റേറ്റ്. നെക്സ്റ്റ് വൺ ഡെത്ത് റേറ്റ്, മരണനിരക്ക്. ഓക്കെ, അതുപോലെ തന്നെ സെക്സ് റേഷ്യോ, ദെൻ ഏജ് പിരമിഡ് അല്ലെങ്കിൽ ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അതുപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ദെൻ ലാസ്റ്റ് വൺ ഡിസ്പേഴ്സൽ. ഇങ്ങനെ ചില പ്രധാനപ്പെട്ട അട്രിബ്യൂട്ട്സുകളാണ് പോപ്പുലേഷനുമായി റിലേറ്റഡ് ആയ ഒരു പ്രദേശത്തെ ഏതെങ്കിലും ഒരു പോപ്പുലേഷനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ബർത്ത് റേറ്റ്. ബർത്ത് റേറ്റിന് നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് നേറ്റാലിറ്റി. നേറ്റാലിറ്റി മീൻസ് ദ പെർ ക്യാപിറ്റ ബർത്ത്. പെർ ക്യാപിറ്റ ബർത്ത് ആണ് നമ്മൾ ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ജനന നിരക്ക് എന്ന് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് യു കൺസിഡർ എ പോണ്ട് വിച്ച് ഹാവിങ് 20 ലോട്ടസ് ഇൻ ദ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഒരു പോണ്ടിൽ 20 ലോട്ടസ് ഉണ്ടായിരുന്നു, താമര. ഓക്കെ, 8 ന്യൂ ആർ ആഡഡ്. 8 എണ്ണം കൂടി എന്ത് ചെയ്തു,
ആ പോണ്ടിലേക്ക് ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ നമ്പർ എത്രയാണ്? കറണ്ട് പോപ്പുലേഷൻ ഓഫ് ലോട്ടസ് ഇൻ ദ പോണ്ട് 28. നമുക്ക് ബർത്ത് റേറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ബർത്ത് റേറ്റ് കണ്ടുപിടിക്കുന്നത്? ഇൻക്രീസ് ചെയ്ത നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ ഉദ്ദേശിക്കുന്ന മുന്നേ ഉണ്ടായിരുന്ന ടോട്ടൽ നമ്പർ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ബർത്ത് റേറ്റ്. സോ നമുക്ക് പറയാം 0.4 ഓഫ്സ്പ്രിങ്സ് പെർ ലോട്ടസ് പെർ ഇയർ. അതാണ് ലോട്ടസിൻ്റെ ബർത്ത് റേറ്റ്. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ഡെത്ത് റേറ്റ്. ഡെത്ത് റേറ്റ് നമ്മൾ മോർട്ടാലിറ്റി എന്ന് വിളിക്കും, മരണനിരക്ക്. അതിനും ഒരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്താണ് ഡെത്ത് റേറ്റ് എന്ന് ഞാൻ പറയാം. ഫസ്റ്റ് വൺ ഡെത്ത് റേറ്റ് പെർ ക്യാപിറ്റ ഡെത്ത്സ്. ഒരു പോപ്പുലേഷനിൽ നിന്നും എത്രമാത്രം ഇൻഡിവിജ്വൽസ് നശിച്ചു പോകുന്നു, ഡെഡ് ആകുന്നു, അതാണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അതായത് there are 40 ഫ്രൂട്ട് ഫ്ലൈസ് ഇൻ എ മീഡിയം. ഒരു കൾച്ചർ മീഡിയത്തിൽ 40 ഫ്രൂട്ട് ഫ്ലൈസ് ഉണ്ട്. അതിൽ 4 എണ്ണം ലാസ്റ്റ് വീക്കിൽ എന്ത് ചെയ്ത് പോയി? ഡെഡായിപ്പോയി, ചത്തുപോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 4 ഡിവൈഡഡ് ബൈ 40. ദാറ്റ് മീൻസ് 0.1 ഇൻഡിവിജ്വൽസ് പെർ ഫ്രൂട്ട് ഫ്ലൈ പെർ വീക്ക്. ഓക്കെ, ഇതാണ് ഡെത്ത് റേറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത് സെക്സ് റേഷ്യോ. എന്താണ് സെക്സ് റേഷ്യോ? Sex ratio means it's actually expressed as the number of females per 1000 males of a population. ഒരു പോപ്പുലേഷനിൽ 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ് എന്ന് പറയുന്നതാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ സെൻസസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 2011 നമ്മുടെ അവസാന സെൻസസ് നടന്നത്. 2011 സെൻസസ് പ്രകാരം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1084 ഫീമെയിൽസ് 2000 മെയിലാണ്. 1000 പുരുഷന്മാർക്ക് 1084 ഫീമെയിൽസ് എന്നുള്ളതാണ് കേരളത്തിലെ 2011 സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. സെക്സ് റേഷ്യോ ഓൾസോ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ മെയിൻറ്റെയിനിങ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സെക്സ് റേഷ്യോ. ഓക്കെ, ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റുകളിൽ ഈ സെക്സ് റേഷ്യോ മാറ്റം വന്നു കഴിഞ്ഞാൽ അതൊക്കെ പഠന വിധേയമാക്കാറുണ്ട്. എന്തുകൊണ്ടാണ് മെയിൽസ് കുറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫീമെയിൽസ് കുറയുന്നത്? അത് ആ പോപ്പുലേഷൻ്റെ സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കും, നമുക്കറിയാം. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ എപ്പോഴും ഒരു പ്രത്യേക അനുപാതത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പോപ്പുലേഷൻ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രിബ്യൂട്ടാണ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഈ ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മൾ ഏതൊരു പോപ്പുലേഷൻ എടുത്താലും, ഏതൊരു ഇൻഡിവിജ്വൽ പോപ്പുലേഷൻ എടുത്താലും ആ ഒരു പോപ്പുലേഷനിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ കാണും. പ്രധാനമായിട്ടും നമ്മൾ റീപ്രൊഡക്ഷൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആകുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജ്, അതായത് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്തുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജാണ് പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലേ? നെക്സ്റ്റ് വൺ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. ആ സമയത്ത് റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ആ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പാണ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. അതുപോലെ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് മീൻസ് ഓൾഡ് ഏജ് ആണ്, അല്ലേ? ആ ഒരു റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി കഴിഞ്ഞു പോകുന്ന കാലഘട്ടമാണ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കുട്ടികളെ, നിങ്ങളൊരു പോപ്പുലേഷനിലെ ഇത്തരത്തിലുള്ള ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് കൺസിഡർ ചെയ്ത് ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ വരച്ചാൽ, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ വരച്ചാൽ നമ്മൾ അതിന് വിളിക്കുന്ന പേര് ഏജ് പിരമിഡ് എന്നാണ്. എന്താ വിളിക്കുക? ഏജ് പിരമിഡ്. അപ്പോൾ എന്താണ് ഏജ് പിരമിഡ് എന്ന് ചോദിച്ചാൽ, ഇഫ് ഇറ്റ് ഈസ് പ്ലോട്ടഡ് ഫോർ എ പോപ്പുലേഷൻ, നമ്മൾ ഒരു പോപ്പുലേഷനിലെ ഈ 3 വിഭാഗത്തിലുള്ള ഏജ് ഡിസ്ട്രിബ്യൂഷനിലുള്ള ആളുകളെയും ഒരുമിച്ച് പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏജ് പിരമിഡ് ആയിരിക്കും. ഇത്തരത്തിലുള്ള 3 തരത്തിലുള്ള ഏജ് പിരമിഡുകളുടെ ഡയഗ്രം, ഏജ് പിരമിഡ്സിൻ്റെ ഡയഗ്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, ഞാൻ ആ ഡയഗ്രം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള ഏജ് പിരമിഡ്സ്. ഞാനിവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പോപ്പുലേഷൻ്റെ ഏജ് പിരമിഡാണ്. ഈ പോപ്പുലേഷനെ വിളിക്കുന്ന പേര് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ എന്ന് വിളിക്കും. രണ്ടാമത്തതിൻ്റെ പേര് സ്റ്റേബിൾ പോപ്പുലേഷൻ എന്നാണ്. മൂന്നാമത്തതിൻ്റെ പേര് ഡിക്ലൈനിങ് പോപ്പുലേഷൻ എന്നാണ്. അപ്പോൾ എന്താണ് ഈ വരച്ചിരിക്കുന്നത് പറയാം. ഞാനിവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്
പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്. ഞാനിവിടെ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏജ് പിരമിഡ് കണക്കാക്കുക. ഇത് ഏതോ ഒരു പോപ്പുലേഷൻ്റെ ഏജ് പിരമിഡാണ്. അവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എണ്ണം ഏറ്റവും കൂടുതലാണ് അല്ലെ? പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എണ്ണം ഏറ്റവും കൂടുതലാണ്. അതിനേക്കാൾ കുറച്ച് കുറവാണ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ എണ്ണം. അതിനേക്കാൾ ഒട്ടും കുറവാണ്, കുറച്ചുകൂടി കുറവാണ് ഏതാ? പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ എണ്ണം. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ പ്രീ റീപ്രൊഡക്റ്റീവും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ നന്നായിട്ട് എന്ത് നടക്കും? റീപ്രൊഡക്ഷൻ നടക്കും. കണ്ടിന്യൂസ് റീപ്രൊഡക്ഷൻ നടക്കും. റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പോപ്പുലേഷനിൽ ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം ക്രമാധികമായി പെട്ടെന്ന് എന്ത് ചെയ്യാം? കൂടാം. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യും ഇത്തരം പോപ്പുലേഷൻസ്. എന്നാൽ നിങ്ങൾ രണ്ടാമത്തെ പോപ്പുലേഷൻ ഏജ് പിരമിഡ് നോക്കുക. ഇവിടെ പ്രീ റീപ്രൊഡക്റ്റീവും റീപ്രൊഡക്റ്റീവും ഏതാണ്ട് ഒരുപോലെയാണ് അല്ലെ? പ്രീ റീപ്രൊഡക്റ്റീവും അതുപോലെ റീപ്രൊഡക്റ്റീവും ഒരുപോലെയാണ്. അതിനേക്കാൾ കുറവാണ് ഏതെന്ന് പറയുന്നത്? പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. ഏകദേശം റീപ്രൊഡക്റ്റീവും പ്രീ റീപ്രൊഡക്റ്റീവും ഒരുപോലെ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇതൊരു സ്റ്റേബിൾ പോപ്പുലേഷൻ ആണെന്ന് പറയാം. എന്ത് പറയാം? സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ്. എന്നാൽ മൂന്നാമത്തെ കേസ് നിങ്ങൾ നോക്കിയാൽ അവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്, പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം വളരെ കുറവാണ്. പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുപോലെ തന്നെ പോസ്റ്റ് റീപ്രൊഡക്റ്റീവും കുറവാണ്. കൂടുതലായി കാണപ്പെടുന്ന എന്താണ്? റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ഗ്രാജുവലി എന്ത് ചെയ്യും? റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണവും കുറയും. ഈ പ്രീ റീപ്രൊഡക്റ്റീവ് ആണല്ലോ പിന്നീട് വളർന്ന റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിലേക്ക് പോകുന്നതോ. അപ്പോൾ തീർച്ചയായും ഈ പോപ്പുലേഷൻ എന്ത് ചെയ്യും? ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആകും. പോപ്പുലേഷനിലെ ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം ക്രമാധികമായി കുറയും. അപ്പോൾ ഇത്തരത്തിൽ 3 തരത്തിലുള്ള ഏജ് പിരമിഡുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതൊക്കെയാണ്? എക്സ്പാൻഡിങ് പോപ്പുലേഷൻ, സ്റ്റേബിൾ പോപ്പുലേഷൻ ആൻഡ് ഡിക്ലൈനിങ് പോപ്പുലേഷൻ. ഒന്നാമത്തത് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ ആണ് അല്ലേ? അതായത് ഇവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് വളർന്നുണ്ടാകുന്ന റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ആ പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്യും. സ്റ്റേബിൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ പ്രീ റീപ്രൊഡക്റ്റീവും റീപ്രൊഡക്റ്റീവും ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്റ്റേബിൾ ആയിട്ട് തന്നെ ആ പോപ്പുലേഷൻ നിലനിൽക്കും. മൂന്നാമത്തത് എന്താണ്? ഡിക്ലൈനിങ് പോപ്പുലേഷൻ. അവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ എന്ത് പറ്റും? അവർ വളർന്ന് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആകുന്ന സമയത്ത് അവിടെ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം എന്ത് ചെയ്യും? ക്രമാധികമായി കുറയും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ റീപ്രൊഡക്ഷനുടെ എണ്ണം കുറയും. ആ ഒരു പോപ്പുലേഷൻ ഡിക്ലൈനിങ് ആകും, മീൻസ് എണ്ണം കുറയും. ഇതാണ് എനിക്ക് ഏജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് പോപ്പുലേഷൻ സൈസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി. എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഒരു പ്രത്യേക ഏരിയയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, നമ്മളവിടെ നമ്പറാണ് കൺസിഡർ ചെയ്യുന്നത്. total number of individuals of a population inhabited in a particular area or particular place. ഒരു പ്രത്യേക ഏരിയയിൽ കാണുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ പലപ്പോഴും പോപ്പുലേഷൻ സൈസ്. ആ ഒരു പോപ്പുലേഷൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ സമയങ്ങളിലും നമ്മൾ ഈ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അതൊരു മീനിങ്ലെസ് റിസൾട്ട് ആയിരിക്കും നമുക്ക് തരുന്നത്. പലപ്പോഴും നമ്മൾ പോപ്പുലേഷൻ സൈസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എങ്കിലും നീഡ് നോട്ട് നെസസറിലി ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ് ഓൺലി. നമുക്ക് നമ്പേഴ്സ് മാത്രം കൺസിഡർ ചെയ്യണം എന്നൊന്നുമില്ല. അതിനൊരു മറ്റൊരു എക്സാമ്പിൾ നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദർ ആർ 200 പാർത്തീനിയം പ്ലാന്റ്സ്. വളരെ ചെറിയ പ്ലാന്റ്സ് ആണ് പാർത്തീനിയം പ്ലാന്റ്സ്. ആൻഡ് എ സിംഗിൾ ബനിയൻ ട്രീ. ഒരു പ്രത്യേക ഏരിയയിൽ 200 പാർത്തീനിയം പ്ലാന്റ്സ് ഉണ്ട്, ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ട്, വിച്ച് ഹാവിങ് ലാർജ് കനോപ്പി, വളരെ വലിയ വിശാലമായ കനോപ്പിയുള്ള ഒരു വലിയ ബനിയൻ ട്രീ. ഇവിടെ നമ്മൾ നമ്പർ കൺസിഡർ ചെയ്താൽ ആ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് മീനിങ്ലെസ് ആണ് എന്ന് പറയാം.
നമുക്ക് കൃത്യമായൊരു വാല്യൂ കിട്ടില്ല. ഇത്തരം സിറ്റുവേഷനിൽ പലപ്പോഴും നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? അവരുടെ ബയോമാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അവരുടെ ഡെൻസിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും? ബയോമാസ് കൺസിഡർ ചെയ്യും. ചില സന്ദർഭങ്ങളുണ്ട് കുട്ടികളെ, സംടൈംസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ പോപ്പുലേഷൻ. നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ അവരുടെ നമ്പർ കൗണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കൾച്ചർ മീഡിയത്തിലുള്ള ബാക്ടീരിയകളുടെ എണ്ണം, ഒരു ബാക്ടീരിയയുടെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നമുക്കത് എണ്ണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മറ്റു പല പാരാമീറ്റേഴ്സ് ഉപയോഗിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫിഷറീസിൽ നമ്മൾ മീൻ പിടിക്കുന്നു. ഒരു വലയിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മത്സ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മറ്റു ചില പാരാമീറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഡെൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് പ്രധാനപ്പെട്ട പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് എല്ലാം തന്നെ പലപ്പോഴും പോപ്പുലേഷൻ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇത്തരത്തിൽ പോപ്പുലേഷൻ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട അട്രിബ്യൂട്ട്സ് ചേർത്തുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സെയിം ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇവിടെ സെൻട്രലിൽ കാണുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ പോപ്പുലേഷൻ ഇൻഹാബിറ്റഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പോപ്പുലേഷനിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ അതിൻ്റെ ബയോമാസ്, നമ്മൾ അതിനാണ് എന്ത് പറയുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി. ഒരു പോപ്പുലേഷനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ്? നേറ്റാലിറ്റി അല്ലെങ്കിൽ ബർത്ത് റേറ്റ്, മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്ത് റേറ്റ്. അതുപോലെ മറ്റ് രണ്ട് ആസ്പെക്റ്റുകളുണ്ട്, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. ഇതിന് കോമൺലി വിളിക്കുന്ന പേര് ഡിസ്പേഴ്സൽ എന്നാണ്. ഡിസ്പേഴ്സൽ മീൻസ് ദ മൂവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ടു എ പോപ്പുലേഷൻ ഓർ ഔട്ട് ഓഫ് എ പോപ്പുലേഷൻ. അതായത് ഒരു പോപ്പുലേഷനിലേക്ക് ഇൻഡിവിജ്വൽസ് എത്തിച്ചേരുന്നു, ഒരു പോപ്പുലേഷനിൽ നിന്നും ഇൻഡിവിജ്വൽസ് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അതായത് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ദ മൂവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ടു എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇൻഡിവിജ്വൽസ് എത്തുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമിഗ്രേഷൻ. ഒരു പോപ്പുലേഷനിൽ നിന്നും ഇൻഡിവിജ്വൽസ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ എമിഗ്രേഷൻ എന്ന് വിളിക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഡിസ്പേഴ്സൽ. ഈ പ്രധാനപ്പെട്ട 4 അട്രിബ്യൂട്ട്സുകൾ പോപ്പുലേഷൻ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നിങ്ങൾക്കറിയാം, നേറ്റാലിറ്റി അതുപോലെ ഇമിഗ്രേഷൻ, ഈ 2 പാരാമീറ്റേഴ്സ്, ഈ 2 കാര്യങ്ങൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? അതായത് ജനനത്തിൻ്റെ ഫലമായി, ബർത്തിൻ്റെ ഫലമായി പോപ്പുലേഷനിലെ നമ്പർ കൂടാം. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ്റെ ഫലമായി ഒരു പോപ്പുലേഷനിലെ നമ്പർ ഇൻക്രീസ് ചെയ്യാം. എന്നാൽ മോർട്ടാലിറ്റിയും എമിഗ്രേഷനും പലപ്പോഴും പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയാൻ കാരണമാകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുകയാണ്, ഇവിടുത്തെ n എന്ന് പറയുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണ്? n എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഇത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് n അറ്റ് ടൈം t. ഒരു പ്രത്യേക സമയത്തുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. n എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്തുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് എങ്കിൽ ഇത് പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് t+1 എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന സമയത്ത്, ഓക്കെ, ഇപ്പം നമ്മൾ 2020 ആണ്, 2021 ഒരു പ്രത്യേക പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവവർഗത്തിൻ്റെ പോപ്പുലേഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ്? n+1. ഓക്കെ, ഇനി വരാനിരിക്കുന്ന സമയത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോക്കൂ, NT മീൻസ് ഇനിഷ്യൽ പോപ്പുലേഷൻ. നമ്മളിപ്പോൾ ഈ ഒരു സമയത്തുള്ള പോപ്പുലേഷൻ, അതാണ് NT എന്ന് പറയുന്നത്. B+I മൈനസ് D+E. എന്താണ് B+I? B മീൻസ് നെറ്റാലിറ്റി. നെറ്റാലിറ്റിയിലൂടെയും ബർത്ത് റേറ്റിലൂടെയും ഇമിഗ്രേഷനിലൂടെയും ഈ പോപ്പുലേഷനിലേക്ക് എത്താൻ സാധ്യതയുള്ള ഇൻഡിവിജ്വൽസിന്റെ ടോട്ടൽ നമ്പർ, അതാണ് B+I മൈനസ് D+E. എന്താ D+E? മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ. മോർട്ടാലിറ്റിയിലൂടെയും എമിഗ്രേഷനിലൂടെയും ഈ പോപ്പുലേഷനിൽ നിന്നും എത്രമാത്രം ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യാം? നശിച്ചു പോകാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാം. ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്രത്യേക സമയത്ത്, വരാനിരിക്കുന്ന സമയത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി മനസ്സിലാക്കാൻ പറ്റും. സോ ദ ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഇക്വേഷനും ഈ കാണുന്ന ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനും എവിടെയുണ്ട്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇഫ് n ഈസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ദ ടൈം t, we can calculate
the population density at t+1 is nt plus b plus I minus d plus e. ഓക്കെ കുട്ടികളെ, അപ്പോൾ ഇത്രയുമൊക്കെയാണ് എനിക്ക് പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് എന്ന ഈ ഏരിയയിൽ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ളത്. നമ്മൾ വീണ്ടും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണും. ടിൽ ദെൻ, ഗുഡ് ബൈ.